നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ നെഞ്ചിന്റെ ഉള്ളിലെ ഒരു ഭാരം പെട്ടെന്ന് ഇറങ്ങിപ്പോയതുപോലെ. രൂപേഷേട്ടന്റെ മുൻപിൽ സങ്കടങ്ങളെല്ലാം മറച്ചു പിടിക്കാൻ ഞാൻ അണിഞ്ഞിരുന്ന മുഖംമൂടി ഇന്നെനിക്ക് എടുത്ത് മാറ്റാം. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും മറ്റുള്ളവര് തെറ്റുകാരിയാണെന്ന് ബോധപൂർവം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചപ്പോ തളർന്നു പോയി ഞാൻ തളർന്ന രൂപേഷേട്ടന് താങ്ങാനാവില്ല. അതും അറിയാവുന്നതുകൊണ്ട് ഞാൻ ഏതായാലും ഇന്നെനിക്ക് സന്തോഷമായി. ദർശനെ, നീ കരയാണോ? എന്തു പറ്റി ദർശന? രൂപേഷേട്ട, എല്ലാ കണ്ണുനീരും സങ്കടങ്ങൾക്ക് അവകാശപ്പെട്ടതല്ല. ചില നേരങ്ങളിൽ കണ്ണീരിന് സന്തോഷം കടമെടുക്കും. രൂപേഷേട്ടന് മനസ്സിലായില്ലേ? ഇത് സന്തോഷത്തിന്റെ കണ്ണുനീരാണെന്ന്. നോക്കട്ടെ, ഞാൻ ആദ്യമായിട്ട് കാണുക ഈ സന്തോഷത്തിന്റെ കണ്ണീര്. എന്താ? അല്ല, ചിലപ്പോ അഞ്ചുമോള് ഇങ്ങോട്ട് കയറി വരും. ഈ സത്യങ്ങളെല്ലാം നമുക്ക് തെളിയിക്കാൻ പറ്റിയത് അമ്മ നല്ല സപ്പോർട്ടായിട്ട് കൂടെ നിന്നതുകൊണ്ട് മാത്രമാ. അല്ലേ രൂപേഷേട്ടാ? ഇങ്ങനൊരു അമ്മ കിട്ടാൻ രൂപേഷേട്ടൻ എന്ത് പുണ്യാ ചെയ്തത്? അത് ദർശനെ കിട്ടിയത്. ഒന്ന് പോ രൂപേഷേട്ടൻ. അമ്മ മാത്രമല്ല, ഈ സത്യം തെളിയിക്കാൻ പാവം താക്കോലും ഒരുപാട് കഷ്ടപ്പെട്ടതാ. ആ ശരിയാ രൂപേഷേട്ടാ, താക്കോലും ഒരുപാട് സഹായിച്ചു. നാളെ നമുക്കേ താക്കോലിനെ പുറത്തു കൊണ്ടുപോയി നല്ല ആഹാരമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഒന്ന് കറങ്ങി അടിച്ചിട്ട് വരാം. ഒരു കൊച്ചു യാത്ര. അവന് സന്തോഷാവട്ടെ. അയ്യോ, നാളെ പറ്റില്ല രൂപേഷേട്ടാ. നാളെ മുതല് എനിക്ക് വ്രതമാ. വ്രതോ? എന്ന് വെച്ചാ വ്രതം. രൂപേഷേട്ടാ, വിളപ്പുറത്തമ്മയുടെ കോവിലില് നാളെ മുതല് 7 ദിവസം ഞാൻ വ്രതം എടുക്കാൻ പോവാ. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അമ്മയ്ക്കൊന്നും വരുത്തല്ലേന്ന് ദേവിയോട് മനം ഉരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നേർന്ന നേർച്ചയാ. മത്സ്യമാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് കൃത്യമായ പ്രാർത്ഥനകളോടെ 6 ദിവസവും 7-ാം ദിവസം ജലപാനം പോലും ഇല്ലാതെ പൂർണ്ണ ഉപവാസമാണ് ഈ വ്രതത്തിന് വേണ്ടത്. അയ്യോ, അതൊന്നും വേണ്ട. വല്ല കുറഞ്ഞ നേർച്ച ഉണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ആഹാരം കഴിക്കാതെ ഒരു നേരം പോലും നിൽക്കാൻ പറ്റില്ല. പിന്നെയല്ല ഒരു ദിവസം, അതും വെള്ളം പോലും കുടിക്കാതെ. അത് വിട്ടേക്ക്. രൂപേഷേട്ടാ, അതിന് രൂപേഷേട്ടനല്ലല്ലോ വ്രതം എടുക്കാൻ പോകുന്നത്, ഞാനല്ലേ.
രൂപേഷേട്ടന് ആഹാരം കഴിക്കാലോ. ഞാനും നീ എന്നൊന്നുമില്ല. ഇനി മുതൽ നമ്മളേ ഉള്ളൂ. ഈ മനസ്സും ശരീരം കൊണ്ട് നമ്മൾ ഒന്നാണെന്ന് പറഞ്ഞത് ദർശനയല്ലേ? അപ്പൊ പിന്നെ ദർശനം വ്രതം എടുത്താ ഞാനും എടുക്കണ്ടേ? ഏയ്, അതൊന്നും വേണ്ട. രൂപേഷേട്ടനെ കൊണ്ട് ഇത്രയും കഠിനമായ വ്രതമൊന്നും എടുക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 7ാമത്തെ ദിവസം പൂർണ്ണ ഉപവാസമാണ്. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ രൂപേഷേട്ടൻ അത് താങ്ങില്ല. അതുകൊണ്ട് രൂപേഷേട്ടനും കൂടി ചേർത്ത് ഞാൻ വ്രതം എടുത്തോളാം. എന്റെ അമ്മയുടെ ജീവൻ തിരിച്ചു തന്നതിന് നന്ദി പറഞ്ഞോണ്ടല്ലേ ദർശനം വ്രതം എടുക്കുന്നത്? അതുകൊണ്ട് എനിക്കും എടുക്കണോ? രൂപേഷേട്ടാ, വ്രതം തുടങ്ങി പൂർത്തിയാക്കിയില്ലെങ്കിൽ അത് ദോഷമാ. ദൈവകാര്യമാണ്, തടസ്സം പറയരുത്. അപ്പൊ നാളെ മുതല് നമ്മൾ വ്രതം. അമ്മേ അമ്മേ, എന്താ എന്താ ഇപ്പൊ രണ്ടാളും കൂടി? അമ്മ ഇടയ്ക്കിടയ്ക്ക് കാണാതെ ഈ മോന് ഉറക്കം വരില്ലല്ലോ, അതാ. ദർശനേ, എന്റെ കുഞ്ഞുനാളിലെ ഞാനും അമ്മയും ഒരു റൂമിലാ കിടന്നിരുന്നത്, അതറിയോ? മോൾക്കറിയോ, തള്ളപ്പക്ഷികള് കുഞ്ഞുങ്ങൾ ഒരു പരുവായാൽ അതിനെ കൊത്തി ഓടിക്കും. ഇഷ്ടമില്ലഞ്ഞിട്ടല്ല, അത് തനിയെ പറക്കാനാ. ഇവിടെ ഒരാളെ സ്കൂളിലേക്ക് അയച്ചിട്ട് പോലും 3ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി അമ്മയുടെ അടുത്തേക്ക് വരികയായിരുന്നു. മറ്റുള്ളവരുടെ കളിയാക്കലുകൾ ഭയന്ന് എന്റെ ചിറകിനടിയിലേക്ക് ഒളിക്കാൻ. ദർശനേ, അന്നൊക്കെ അമ്മ എനിക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തരും. അതിൽ ഒരു കഥ എനിക്ക് ദർശനെ കാണുമ്പോ ഓർമ്മ വരും. ഏതാന്നറിയോ? സ്വർണ്ണ നിറമുള്ള രാജകുമാരിയെ സ്നേഹിച്ച കാക്കക്കറുമ്പന്റെ കഥ. ആ കാക്കക്കറുമ്പൻ ആരാ? കൃഷ്ണനാണോ? അമ്മേ, ഞങ്ങളിപ്പോ വന്നതേ അമ്മയോടൊരു കാര്യം പറയാനാ. അമ്മേ, ഞാൻ നാളെ മുതല് 7 ദിവസത്തേക്ക് ഒരു വ്രതം എടുക്കാൻ പോവാ. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ? കമ്പനിയിലൊക്കെ പോകുമ്പോ ക്ഷീണാവില്ലേ? തടസ്സം പറയരുതമ്മേ, ദൈവകാര്യോ. നാട്ടിലെ വിളപ്പുറത്തമ്മ ക്ഷേത്രത്തിലാ നേർച്ച നേർന്നത്. അമ്മ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ നേർന്നതാണത്രേ. അമ്മയ്ക്ക് സുഖമായ ഈ വ്രതം എടുത്തോളാന്നാ ദേവിയോട് പറഞ്ഞത്. അമ്മേ, വിളിച്ച വിളിപ്പുറത്തെത്തുന്ന ദേവിയ വിളപ്പുറത്ത്. അതാ അമ്മ ആരോഗ്യത്തോടെ തിരിച്ചെത്തിയത്. മത്സ്യമാംസാദികൾ ഒഴിവാക്കി 6 ദിവസവും അവസാനത്തെ 7ാം ദിവസം ഉമിനീര് പോലും ഇറക്കാതെയുള്ള പൂർണ്ണ ഉപവാസവും. എന്തിനാ മോളെ ഇതൊക്കെ? അമ്മേ, ഞാനും നാളെ മുതൽ വ്രതം എടുക്കാൻ പോവാ. ആ, നല്ല കഥയായി. നല്ല ആളാ വ്രതം എടുക്കാൻ പോകുന്നത്. മോനെ, ഇത് നിനക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. രാത്രി ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളാ വ്രതം എടുക്കാൻ പോകുന്നത്. അതും 7 ദിവസം. ഞാനും രൂപേഷേട്ടനോട് അത് പറഞ്ഞതാ, പക്ഷെ കേൾക്കുന്നില്ല അമ്മേ. അമ്മേ, എന്റെ വിളി കേട്ടല്ലേ അമ്മ ഉണർന്നത്? ആ വിളി ബോധം കെട്ട് കിടന്ന അമ്മ കേട്ടത് എങ്ങനെയാ പറ? ഈ ദർശന പറഞ്ഞ വിളിച്ച വിളി കേൾക്കുന്ന വിളപ്പുറത്തമ്മ കാരണ. എന്റെ അമ്മയെ രക്ഷിച്ച ദേവിക്ക് വേണ്ടി ഞാനും വ്രതം എടുക്കുക.